ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വെള്ളത്തി വരച്ച ഒരു വര പോലെ അവള് മാഞ്ഞുപോയി. ഹലോ സർ, സർ ഇതാണ് എന്റെ വൈഫ്. സർ എന്റെ വൈഫ്. മാഡം പൊയ്ക്കോളൂ, ഇത് ഞാൻ നോക്കിക്കോളാം. ഞാൻ സാറിനെ പ്രത്യേകം ഒന്ന് കാണുന്നുണ്ട്. താങ്ക് യു. ശരി. താൻ ആ റോഡിൽ കിടക്കുന്ന വണ്ടി എടുത്ത് അങ്ങോട്ട് മാറ്റിയിടും. ശരി സാർ. കൊണ്ടുപോടാമാരെ. സാർ, ഇതാണ് രാവിലെ പറഞ്ഞ കേസിന്റെ ഫയല്. ശരി, ഇങ്ങോട്ട് പറയുക. പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് നിന്നെയൊക്കെ ഞാൻ എന്ന് കാണിച്ചു തരാം. സാറേ, ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം മനസ്സിലാക്കാതെയാ സാർ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നേ. സാർ ഇത് മര്യാദയല്ല. എന്നെ മര്യാദ ഏൽപ്പിക്കുന്നോടാ. നീ ആരോടാ സംസാരിക്കുന്നെന്ന് ഓർത്തോണം. അത് ഞാൻ നോക്കിക്കോളാം. ശരി മാഡം. പോലീസിനോടാണോ നിന്റെ കളി? ശരി മാഡം. അവന്റെ ഒരു ഇടിച്ചു നിന്റെ. എന്താടോ അവിടെ? സർ, എന്തോടാ കേസ്? ഓ, അവന്മാരാണല്ലേ ഇത്? പബ്ലിക് പ്ലേസിൽ വെച്ച് സ്ത്രീകളെ അവമാനിക്കാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയാമോ രണ്ടാക്കും? അതും അവന്തികയെ പോലുള്ളൊരു ബിസിനസ് ലേഡി. സർ, ഞങ്ങളാരെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. കള്ളം പറഞ്ഞോടാ റാസ്കൽ. പിന്നെന്തിനാടാ നീ അവരെ തല്ലാൻ കൈപൊക്കിയത്? പോലീസുകാരാ സാക്ഷി. നീയൊക്കെ അഴിയെണ്ണണം. എന്റെ പൊന്നു സാറേ, അതിവനൊരു അബദ്ധം പറ്റിയതാ. അബദ്ധത്തിന്റെ ഗുണം എന്താണെന്ന് കുറച്ചു നാള് ജയിലിനകത്ത് കിടക്കുമ്പോ നിനക്കൊക്കെ മനസ്സിലാവും. എഫ്ഐആർ ഇട്. യുവമാരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണം. സർ. അയ്യോ സാർ. എന്റെ പൊന്നു സാറേ, സാർ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതിനു മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് സാറൊന്ന് കേക്ക്. എന്താടാ നിനക്കൊക്കെ പറയാനുള്ളത്? സർ, ഞങ്ങള് നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എന്റെ പൊന്നു സാറേ, ആ പെണ്ണുമ്പുള്ള കാരണം സ്വന്തം കുടുംബവും ജീവിതവും തകർന്ന ഒരുത്തരാണ് ഈ നിൽക്കുന്നത്. ഇവന്റെ ഭാര്യയും കുഞ്ഞും നഷ്ടപ്പെട്ടതും ആ സ്ത്രീ കാരണമാണ്. പിന്നെയും കള്ളക്കഥ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാണോ? കള്ളക്കഥയല്ല സാറേ. പണ്ട് എന്റെ ഏട്ടന്റെ ഭാര്യയായിരുന്നു ആ സ്ത്രീ. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം സാറേ. ഇതാണ് സാറേ അന്ന് സംഭവിച്ചത്. അന്ന് നഷ്ടപ്പെട്ട ഭാര്യയും കുഞ്ഞിനെ അന്വേഷിച്ച് ഇവൻ ഇന്നും അലയുകയാണ്. ഭാര്യയും കുഞ്ഞിനെയും കാണാതായിട്ട് അന്ന് കംപ്ലൈന്റ് കൊടുത്തില്ലായിരുന്നോ? കൊടുത്തിരുന്നു സർ. ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി. പക്ഷേ ഒരിടത്തും കണ്ടെത്താൻ സാധിച്ചില്ല. വെള്ളത്തി വരച്ച ഒരു വര പോലെ അവള് മാഞ്ഞുപോയി. ഹലോ സർ. സർ, ഇതാണ് എന്റെ വൈഫ്. സർ, എന്റെ വൈഫ്.
ഓക്കെ, വെരി ഗുഡ്. ഇത്രയും പഴക്കമുള്ളത് കൊണ്ട് DNA കിട്ടുമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മൈ ഗോഡ്. ഇത് വലിയൊരു ട്വിസ്റ്റാണ് സാർ. ഇനി ഞങ്ങൾക്ക് പൊയ്ക്കൂടെ സാറേ? അങ്ങോട്ട് മാറിയിക്കണോ. CI സാർ ഒന്ന് തീരുമാനം പറഞ്ഞിട്ട് പോയാൽ മതി. കൊറേ നേരമായല്ലോ അമ്മ ഫോൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. ആരെയും ഇത്ര കാര്യമായിട്ട് വിളിക്കുന്നേ? സച്ചി. എത്ര നേരമെന്നറിയാം അവന്റെ നമ്പറിലേക്ക് കോള് പോകുന്നില്ല. അല്ല, ഇപ്പൊ എന്തിനാ സച്ചി ഇത്ര കാര്യമായിട്ട് വിളിക്കുന്നേ? ആഹാ, അപ്പൊ നിങ്ങളെല്ലാരും മറന്നോ? എടി, ലോനപ്പഞ്ചേട്ടന്റെ ബാക്കി പണം കൊടുക്കണ്ടേ? ഓ, അതിന് സച്ചേട്ടനെ വിളിച്ചിട്ട് എന്താ കാര്യം? ആ, കഴിഞ്ഞ ദിവസം ഞാൻ അവനോട് ഈ കാര്യം പറഞ്ഞായിരുന്നു. വണ്ടി ഓടിച്ചതിന് കുറച്ച് കാശ് അവ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ, ഇപ്പൊ അവന് വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അവൻ തരാന്നും പറഞ്ഞു. ആ അതെ, എന്നാ പിന്നെ ആ ബിജിക്കുട്ടനെ വിളിച്ചു നോക്ക്. അവനറിയാം സച്ചി എവിടെ കാണൂന്ന്. ശരിയാ. ആ, ഞാനതങ്ങ് മറന്ന്. എടാ, ഹലോ. എന്തിനാടാ ബിജിക്കുട്ട നീ ഇങ്ങനെ കരയുന്നേ? പോലീസ് പിടിച്ചാൽ കരയാതെ ചിരിക്കാൻ പറ്റുമോ? ഞങ്ങളിപ്പോ പോലീസ് സ്റ്റേഷനില്ല. എന്റെ ദൈവമേ, എടാ എന്നോട് സച്ചി എവിടെ? നിങ്ങളെ പോലീസ് പിടിച്ചോ? ഒന്നും പറയണ്ട ചേച്ചി. നേരത്തെ നാട്ടുകാരെ കയ്യിൽ നിന്ന് മാത്രമേ തല്ല് കിട്ടാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കേസിലും പ്രതിയായി. എല്ലാം നിങ്ങളെ മരുമ ഒറ്റ ഒരുത്തൻ കാരണമാ. എടാ, എന്റെ ബിജിക്കുട്ട നീ കരയാതൊന്ന് കാര്യം പറ. അവന്തിക എന്ന് പറയുന്ന പെണ്ണുമ്പുള്ള ഒറ്റ ഒരുത്തിയാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത്. അവന്തിക ഏതോ ഒരു ഡോക്ടർ വരുന്നെന്ന് പറഞ്ഞായിരുന്നു. ജാമ്യം എടുക്കാൻ വരുന്നെന്നാണ് നിങ്ങളെ മരുമകൻ പറഞ്ഞത്. അഥവാ ഇനി വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. എടാ, എന്നിട്ട് സച്ചി എവിടെ? ഒരു പോലീസുകാരൻ വന്ന് അങ്ങോട്ട് വിളിച്ചോണ്ടുപോയി. എന്തിനാണോ എന്തോ. എന്റെ ദൈവമേ. വയ്ക്കട്ടെ ചേച്ചി, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം.